ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുകയാണ് സൂപ്പർ ശരണ്യ. കർണാടകയിലെ കുടക് ഭാഗത്തുള്ള ഒരു മലനിരയില്, തടയിന്റെ മോൾ എന്ന് പറഞ്ഞ മലനിരയില് ട്രെക്കിങ്ങിനിടെ കാണാതായ പെൺകുട്ടിയാണ് ശരണ്യ. അങ്ങനെ 4 ദിവസത്തിന് ശേഷം സാഹസികമായി ശരണ്യ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാണ്. എല്ലാവരും, നമ്മുടെ മാധ്യമങ്ങളൊക്കെ ശരണ്യെ അങ്ങ് ആകാശം വരെ ഉയർത്തി വെച്ചിട്ടുണ്ട്. ആഹാ, എന്തൊരു ധൈര്യമുള്ള പെൺകുട്ടി, ഇത്രയും വലിയ കൊടുങ്കാട്ടിൽ പെട്ടിട്ടും ആ കുട്ടി രക്ഷപ്പെട്ടു പോകുന്നു. അതിന്റെ ആ ഒരു മനോധൈര്യത്തെ നമ്മൾ പുകഴ്ത്തണം. സൂപ്പർ ശരണ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുകഴ്ത്തുന്നത് കണ്ടു. ഈ ഒരു ന്യൂസ്, ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള ന്യൂസ് വന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. വീട്ടുകാരോട് പറയാതെ പോയ പെൺകുട്ടി, അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ മോശം കമന്റുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ട്രക്കിങ്ങിന് പോവുക എന്നുള്ളത് ഓരോരുത്തരുടെ പാഷനാണ്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, പലർക്കും ആഗ്രഹം കാണും ട്രക്കിങ്ങിന് പോകാനായിട്ട്, സാഹസികമായ യാത്രകൾ നടത്താനായിട്ട്. ഇവിടെ എത്രയോ സ്ത്രീകളുണ്ട് ട്രക്കിംഗ് ചെയ്യുന്നത്. അത് സത്യത്തിൽ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മളൊരു വലിയ മലയുടെ മുകളിലേക്ക് കയറി പോവുക എന്നുള്ളത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര നമുക്കൊരു എനർജി തരുന്ന കാര്യമാണ്. അത് അനുഭവിച്ചിട്ടുള്ള, ഒരു തവണ അനുഭവിച്ചിട്ടുള്ള ആള് പിന്നീട് അത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിന് ആണ് പെണ്ണ് എന്നൊന്നും വ്യത്യാസമില്ല. ഇപ്പൊ പറയുന്ന പോലെ ആ പെണ്ണിന് വീട്ടിലിരുന്നാൽ പോലെ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പാഷനും ഒക്കെയാണ്. അപ്പൊ വളരെ മോശമായിട്ടുള്ള കമന്റ് വന്ന് നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകളെല്ലാം, ഈ കുട്ടിയെ കാണാതായി, കണ്ടുകിട്ടണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, ആപത്തില്ലാതിരിക്കണം എന്ന് വിചാരിച്ചു. 4 ദിവസത്തിന് ശേഷം, കാണാതായ 4ാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടിയെ കണ്ടുകിട്ടുന്നത്. പക്ഷെ ഈ കുട്ടിയുടെ ആദ്യത്തെ വിഷല് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ആ കുട്ടിയുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 500 ml എന്ന് വെച്ചാൽ 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പി. ആ കുപ്പിയിലെ വെള്ളം കുടിച്ചിട്ടാണ് ആ കുട്ടി അതിജീവിച്ചതെന്ന് പറയുന്നു. അല്ല, ആ കുട്ടി ചില അരുവികളൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്നും ഫില്ല് ചെയ്ത് ദിവസം 3 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടാണ് രക്ഷപ്പെട്ടതെന്നും ആ കുട്ടി പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക്, സാധാരണ വലിയ പരിശീലനമൊന്നും ഇല്ലാത്ത വ്യക്തിക്ക് 4 ദിവസം ഫുഡ് ഇല്ലാതെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. മരിച്ചു പോകുന്നൊന്നും പറയുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും ക്ഷീണിതയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഒരു ദിവസം ഫുഡ് സ്കിപ്പ് ചെയ്താൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് തലവേദനിക്കാൻ തുടങ്ങും. കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നും, നമുക്ക് വയ്യാതെയാവും. അപ്പൊ 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം ഫുഡ് ഇല്ലാതെ കഴിയുന്നു. പിന്നെ ഞാൻ അനിശ്ചിതത്വമാണ്, ഇവിടുന്ന് രക്ഷപ്പെടുവോ, വന്യമൃഗങ്ങൾ ആക്രമിക്കൂ, കാടല്ലേ, ഇനി എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരിക്കും. ഇതൊന്നുമില്ലാതെ, യാതൊരു ആശങ്കയില്ല. ആ കുട്ടി വരുന്ന വിഷ്വൽ കണ്ടാല് കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിന് കൂടാൻ വന്ന പോലെ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ആഹാ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ടാണ് ആ കുട്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നൊരു പെൺകുട്ടി, ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല, 4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. 4 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാള് ഈ ദൗത്യ സംഘത്തിനെ കാണുന്ന ഉടനെ വളരെ ഹാപ്പി ആയിട്ട് അവരോട് പെരുമാറുന്നു, അവർ കൊടുത്ത വെള്ളം കുടിക്കുന്നു, എന്നിട്ട് അവരുടെ കൂടെ നടന്ന് വീണ്ടും ട്രെക്ക് ചെയ്ത് താഴെ വരുന്നു. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറ്റുന്ന കാര്യമല്ല. പിന്നെ ഈ കുട്ടി പറഞ്ഞിട്ടുള്ള, രക്ഷപ്പെടാൻ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് അവിടെ 4 ദിവസം സംഭവിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടി വഴിതെറ്റിപ്പോയി. ഈ വഴിതെറ്റിപ്പോയി എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര സംശയം തോന്നുന്ന കാര്യമാണ്. ഈ പെൺകുട്ടി ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വനംവകുപ്പിനെ സമീപിക്കുന്നു. ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ പറ്റില്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി അവിടെ ഒരു ഹോം സ്റ്റേയില് സ്റ്റേ ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് 10 ആളെ ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നതിന്റെ കൂടെ ഈ കുട്ടി പെർമിഷൻ എടുത്തിട്ട് കൂടെ പോകുന്നു. ട്രക്കിംഗ് സ്ഥിരമായിട്ട് നടത്തുന്ന പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഇതിന്റെ നിയമങ്ങളൊന്നും അറിയാത്തതല്ല. ട്രക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിയമം, കൂട്ടത്തിൽ പോകുമ്പോൾ വഴിതെറ്റി അല്ലെങ്കിൽ കൂട്ടം വിട്ടു പോകാതിരിക്കുക. എപ്പോഴും ഒരാളുടെ കാഴ്ച പരിധിയിൽ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യാന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ളൊരു കുട്ടി ഈ 10 പേരുടെ കൂടെ പോയിട്ടും വഴിതെറ്റിപ്പോയി. ഈ കൂടെ പോയ ആളുകൾ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ അവസാനം കണ്ടത് ഇത് മലയുടെ മുകളിൽ എവിടെ ഒരു പട്ടിയെയും കളിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് അവർ ആദ്യം കാണുന്നത്. ഈ പെൺകുട്ടി ഇവരുടെ കൂടെ എത്താൻ ശ്രമിക്കുന്നില്ല, ഇവരുടെ കാഴ്ചയുടെ പരിധിക്കുള്ളിൽ നിൽക്കാൻ ശ്രമിക്കുന്നില്ല. അവരോട് യാതൊരു അടുപ്പമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അതെവിടെയോ പട്ടിയെ കളിപ്പിച്ചത്. പിന്നെ ഈ പെൺകുട്ടി വഴിതെറ്റിപ്പോകുന്നു. ഈ വഴിതെറ്റിപ്പോയത് തടിയന്റെ മോൾ എന്ന് പറയുന്ന ഒരു മലനിരയിലാണ്. ഈ മലനിര വളരെ ഹൈറ്റ് ഉള്ളതാണ്. 5750 എന്തോ ഉയരമുള്ളൊരു മലയാണ്. അവിടെയാണ് ഈ കുട്ടി വഴിതെറ്റിപ്പോയിട്ടുള്ളത്. ആ മല നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലോ, അല്ലെങ്കിൽ ആ മലയുടെ ഒരു ഫോട്ടോ നോക്കിയാലോ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊരു കൊടുങ്കാടൊന്നുമല്ല, വഴിതെറ്റിപ്പോവാനുള്ള ഒരു കൊടുങ്കാടൊന്നുമല്ല. നമ്മൾ വലിയ മല ട്രക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വാഗമണിലൊക്കെ പോകുമ്പോൾ കാണുന്ന മൊട്ടക്കുന്നുകൾ കണ്ടിട്ടില്ലേ, പുൽമേടുകളുള്ള മൊട്ടക്കുന്നുകൾ, അങ്ങനത്തെ
ഒരു സ്ഥലമാണത്. എന്ന് വെച്ചാൽ 3-4 മലയിടുക്ക് കൂടുന്ന സ്ഥലത്ത് കുറച്ച് മരങ്ങൾ ഉണ്ടായിരിക്കും. ബാക്കി സ്ഥലമൊക്കെ നല്ല നിരന്ന് കിടക്കുന്ന മൊട്ടക്കുന്നാണ്. നമുക്ക് ഈ മലയിൽ നിന്ന് നോക്കി 5 മല അപ്പുറമുള്ള മല പോലും നമുക്ക് നല്ല വിസിബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ പെൺകുട്ടി വഴി തെറ്റിപ്പോയത്. എന്ന് വെച്ചാൽ നടന്നു പോകുന്ന വഴി നല്ല വ്യക്തമായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ കുട്ടി വഴി തെറ്റിപ്പോയിട്ടുണ്ട് വെച്ചാല് ആ വഴിയിൽ നിന്ന് മാറി നടന്നുകൊണ്ടല്ലേ വഴി തെറ്റിപ്പോയത്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് ഏതൊരു വ്യക്തിക്കും സംശയം തോന്നില്ലേ? ഇവിടുത്തെ പത്രക്കാർക്ക് അങ്ങനത്തെ ഒരു സംശയവും ഇല്ല. ഈ കുട്ടി ഭയങ്കര സൂപ്പറാണ്. ഈ കുട്ടി വഴിതെറ്റിപ്പോയി കാട്ടിൽ പോയി ഭയങ്കര സാഹസികമായിട്ട് ആ കുട്ടി 4 ദിവസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു. ഈ കുട്ടി 4 ദിവസത്തിന് വേണ്ടി പറയുന്ന കാര്യം, ദിവസം രാവിലെ എഴുന്നേറ്റപ്പം കാല് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ 8 മണി തൊട്ട് 6:45 വരെ നടക്കുമായിരുന്നു. നല്ല ഡീഫോറസ്റ്റ് ആൻഡ് സ്റ്റീപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ കുറച്ച് സ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നീറ്റിലൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് മോശമായിരുന്നു കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോണോ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണത്തെന്ന് വെച്ചാൽ നല്ല വിസിബിൾ ഏരിയ ആണ്, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ തേർഡ് ഡേ എൻ്റെ പ്ലാൻ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് ക്ലൈംബ് ചെയ്യുക, മേലോട്ടേക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തു, കാരണം ആ പ്ലാൻ ഉപേക്ഷിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് എല്ലാം വെറ്റായിരുന്നു, എല്ലാം ഉണങ്ങിയിട്ടൊക്കെ ശരിയാക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നൊരു 12 മണിയോടെ ഇന്നലെ 12 മണി വരെ പിന്നെയും മേഘങ്ങളൊക്കെ കണ്ട് മഴ പെയ്യുമെന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ മേലോട്ടേക്ക് കയറാൻ തുടങ്ങി. 4 ദിവസം ആ കുട്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം ആ കുട്ടി ഉറങ്ങി. വന്യമൃഗങ്ങളൊന്നും ആക്രമിക്കാത്തൊരു സ്ഥലത്താണ് അത്ര ഈ കുട്ടി ഉറങ്ങിയത്. വന്യമൃഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഉറങ്ങി. ഈ കാടിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അറിയോ എങ്ങനെയാണ് എവിടെയാണ് ഈ വന്യമൃഗം വരുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്യമൃഗം വരില്ല എന്ന് അവിടെ വല്ല ബോർഡും ഉണ്ടോ, അല്ലെങ്കിൽ ഈ വന്യമൃഗം അവിടെ വരില്ല എന്ന് ഈ കുട്ടിക്ക് വല്ല മുന്നേ കൂട്ടി അറിയുന്നതാണോ? ഒന്നുമല്ല. ഈ വന്യമൃഗം വരാത്തൊരു സ്ഥലത്ത് ഞാൻ ഇരുന്നു. നമ്മള് ഏതൊരു വ്യക്തിയും കാട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാല്, പകൽ പോലും നമ്മളൊരു കാട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാല് നമുക്ക് പേടി തോന്നും. കാരണം ഭയങ്കര ചീവീടിന്റെ ശബ്ദം, എന്തൊക്കെയോ കിളികളുടെ ശബ്ദം, നമുക്ക് പരിചയമില്ലാത്ത ശബ്ദം, മൂങ്ങയുടെ ശബ്ദം, വന്യമൃഗങ്ങളുടെ ശബ്ദം, ഇത് കേൾക്കും നമ്മുടെ ഉള്ളിൽ ഭയം തോന്നില്ലേ? ആന വരുമോ, പുലി വരുമോ എന്നൊക്കെ ഭയം തോന്നില്ലേ? അങ്ങനത്തെ ഒരു ഭയം ഈ കുട്ടിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം ആ കുട്ടി രാത്രി അവിടെ റെസ്റ്റ് ചെയ്യാണ്. രാവിലെ ആവുന്നു. രാവിലെ ആയപ്പോ കുട്ടിക്ക് കാല് ഭയങ്കര വേദന, പിന്നെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഒരഞ്ഞിട്ടൊക്കെ ചെറിയ മുറിവൊക്കെ ഉണ്ട്. അപ്പൊ നീർന്നൊക്കെ ഉണ്ട്. ആഹാ, ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാം ഈ കുട്ടി വിചാരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി അവിടെ റെസ്റ്റ് ചെയ്തു. ആ ദിവസം നമ്മള് അങ്ങനത്തെ ഒരു അപകടത്തിൽ പെടുമ്പോ എങ്ങനെ രക്ഷപ്പെടും വിടുന്ന് നമ്മൾ ദിശ അറിയില്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കില്ലേ? അതൊന്നും ഈ കുട്ടി ചെയ്തില്ല. ആദ്യത്തെ ദിവസം ഈ കുട്ടി കാലുവേദന ആയതുകൊണ്ട് റെസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ദിവസം ഈ കുട്ടി വിചാരിക്കുകയാണ് എന്നാ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നാ വല്ല ഡ്രോണൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തുമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുട്ടി വേറെ സ്ഥലത്തേക്കൊക്കെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് മാറിയിരുന്നു. അന്നത്തെ ദിവസം ആരും വന്നില്ല. അന്ന് രാത്രി ആ കുട്ടി അവിടെ റെസ്റ്റ് ചെയ്തു. വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തെ ആ കുട്ടി റെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഈ കുട്ടി വിചാരിച്ചു ഇന്ന് ട്രക്ക് ചെയ്ത് മേലേക്ക് നടക്കാം, വഴി കണ്ടുപിടിച്ചാൽ തിരിച്ച് താഴെ ഇറങ്ങി വരാലോ. അങ്ങനെ വിചാരിച്ചപ്പോ മഴ പെയ്തു. മഴ കൊണ്ടാ പനി പിടിക്കില്ലേ? അതുകൊണ്ട് ആ കുട്ടി ആ മഴ മുഴുവൻ കൊണ്ടിട്ട് മഴ കൊണ്ട് ആ മഴയുടെ ഒരു എഫക്റ്റ് ഒക്കെ മാറി തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ദിവസവും റെസ്റ്റ് ചെയ്തു. ആ വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാട്ടില് വന്യമൃഗങ്ങൾ വരാത്തൊരു സ്ഥലം നോക്കി ആ കുട്ടി ആ രാത്രി അവിടെ റെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ആ കുട്ടി ട്രക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ദൗത്യ സംഘം ചെന്നിട്ട് ഈ കുട്ടിയെ രക്ഷപ്പെടും. അപ്പൊ ആ കുട്ടി ഹായ് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൗത്യ സംഘം വന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ലുലു മാളിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെയോ അല്ലെങ്കിൽ ഏതോ വിഗാലാൻഡിൽ ടൂർ പോയി വരുന്ന പോലെയോ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു. 4 ദിവസം ഭക്ഷണം കഴിക്കാത്തതൊന്നും ഈ കുട്ടിക്ക് ഒരു വിഷയമല്ല. കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി റംസാൻ നോമ്പ് എടുക്കുമായിരുന്നു അത്ര. അതുകൊണ്ട് ഈ കുട്ടിക്ക് അതിജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. റംസാൻ നോമ്പ് നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡ് കഴിക്കുന്നു. വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടം പോലെ കഴിക്കുന്നതാണ് റംസാൻ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ കുട്ടി റംസാൻ നോമ്പ് എടുത്തിട്ട് ശീലമുള്ളത് കൊണ്ട് 4 ദിവസം ഈ കുട്ടി പട്ടിണി കിടന്നു. നോമ്പെടുക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവര് പകല് മാത്രം ഫുഡ് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. പക്ഷെ അവര് വൈകുന്നേരം മുതൽ രാവിലെ വരെ ഫുഡ് കഴിക്കുന്നു. അങ്ങനെയാണ് അവർ റംസാൻ നോമ്പ് എടുക്കുന്നത്. അവരോട് 4 ദിവസം പട്ടിണി കിടക്കാൻ പറഞ്ഞാൽ അവർക്ക് കിടക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ലേ? അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തോന്നില്ലേ പിന്നീട് നടക്കാൻ സാധിക്കുമോ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ? അപ്പൊ ഈ കുട്ടിക്ക് ഇതൊന്നും വിഷയമല്ല. 4 ദിവസം ഈ കുട്ടി 3 ലിറ്റർ ദിവസം വെള്ളം മുടങ്ങാതെ കുടിച്ച് നല്ല സുഖമായിട്ട് 4 ദിവസം അവിടെ കഴിഞ്ഞു. എന്നിട്ട് ആളുകൾ ദൗത്യസംഘം ചെന്നിട്ട് ഈ കുട്ടിയെ ഇതാണ് കഥ. ഈ കുട്ടിക്ക് വീടുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. വീട്ടുകാർക്ക് അറിയില്ല ഈ കുട്ടി എങ്ങോട്ട് പോയതാണ്. ഈ കുട്ടി എറണാകുളത്ത് എവിടെയോ വർക്ക് ചെയ്യാണെന്ന് തോന്നുന്നു. പണ്ടെങ്ങാണ്ട് ഈ കുട്ടി എറണാകുളത്തേക്ക്, പണ്ടെങ്ങാണ്ടല്ല ഈ കുറച്ച് ദിവസം മുന്നേ എറണാകുളത്തേക്ക് പോയതാണ്. അവിടുന്ന് ഈ കുട്ടി ട്രക്കിങ്ങിന് പോയത് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. കർണാടക പോലീസ് ഈ കുട്ടി ഈ മല ഇടുക്ക് പെട്ടുപോയപ്പോ അവിടെ പെട്ടു തോന്നിയപ്പോ ഈ കുട്ടി ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് വഴി തെറ്റിന്ന് വിളിച്ചു പറഞ്ഞു. അത് അവസാനത്തെ സിഗ്നൽ, സിനിമയിലൊക്കെ കാണുന്ന പോലെ അവസാനത്തെ ആ ബാറ്ററി സിഗ്നൽ മാത്രമേ ഇതിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടെ ഫോണ് ഈ ബാറ്ററി ഒക്കെ തീർന്നങ്ങ് ഓഫ് ആയിപ്പോയി. പിന്നീട് ആ കുട്ടിക്ക് ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ
സാധിച്ചില്ല. ഈ ഹോം സ്റ്റേയിലുള്ളവർ കർണാടക പോലീസായിട്ടോ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തു. കർണാടക പോലീസുകാര് വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് വീട്ടുകാർ ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്ന് അറിയുന്നത്. ഈ കുട്ടിക്ക് വീടുമായിട്ട് വലിയ കോൺടാക്ട് ഒന്നും ഇല്ല അത്ര. നമ്മൾ ഈ പെൺകുട്ടികളെ തുറന്നു വിടുന്നത്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭയങ്കര സ്വാതന്ത്ര്യത്തോട് അവർ വ്യക്തികളാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മക്കളെ തുറന്നു വിടുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ ഇപ്പൊ എത്രയോ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ദൗത്യസംഘമായിട്ട് തിരയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര ആളുകൾ ബുദ്ധിമുട്ടി ഈ കുട്ടിയെ ഓർത്തിട്ട്. ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ, ഈ ന്യൂസ് കാണുന്ന ആളുകളൊക്കെ അയ്യോ ഈ കുട്ടി രക്ഷപ്പെടുമോ എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷൻ എടുത്ത് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നിങ്ങളുടെ പാഷൻ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷെ യാതൊരു സേഫ്റ്റി മാർഗവും നോക്കാതെ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു സ്ഥിരമായിട്ട് ട്രക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ബാഗിൽ എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടെങ്കിലും എടുത്തിടില്ലേ? അഥവാ എന്തെങ്കിലും കാര്യം കൊണ്ട് ക്ഷീണം വന്നാൽ കഴിക്കാൻ വേണ്ടി ഒരു ഡ്രൈ ഫ്രൂട്ട് എടുത്തിടില്ലേ? വേണ്ട. നമ്മളൊരു യാത്ര ഞാനൊരു യാത്ര പോകുമ്പോൾ ഒരു പവർ ബാങ്ക് നമ്മൾ ബാഗിൽ വെക്കില്ലേ? നമ്മൾ ഫോൺ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക് ബാഗിൽ വെക്കില്ലേ? ഇത്രയും ട്രക്ക് ചെയ്യുന്ന ആളൊരു പവർ ബാങ്ക് പോലും ബാഗിൽ ഇട്ടിട്ടില്ല. ആകെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വാട്ടർ ബോട്ടിൽ മാത്രമാണ്. അപ്പൊ ഇത്രയും അലസമായിട്ട് എന്നിട്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യാനാണ് ഈ സമ്മതം ചോദിച്ചതെന്ന് ഓർക്കണം. അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ 10 പേരടങ്ങുന്ന സംഘത്തിന്റെ കൂടെ പോയത്. എന്നിട്ട് ഈ കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് ഞാനെന്തോ ധീര വനിതയാണ്, എനിക്ക് യാതൊരു പേടി ഉണ്ടായില്ല. നമുക്കറിയാം കാട്ടുപെട്ടുപോയാൽ നമുക്ക് എന്തായാലും പേടി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പെണ്ണ് നല്ല ആണാണെങ്കിലും വരും. ഇപ്പോ ഈ ഇത് വന്നപ്പോ, ഈ ന്യൂസ് വന്നു കഴിഞ്ഞ ശേഷം ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് അവരെന്തോ നന്നായി ട്രക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറയുന്നത്. ഇതിനെതിരെ ഒരു പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിന്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ് കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനം പുള്ളിക്കാരെ ഇല്ല, 1 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയ ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം. ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 ഏതോ ഒരു അരുവിയുടെ സൈഡിലത്തെ അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെയെങ്കിലും സ്റ്റേ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയാണ്, അതുകൊണ്ട് ആ ദിവസം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടുങ്കാടാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നു. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്ന് പറയുന്നു, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ല, നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ. ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നത് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ. വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ല 2 ആഴ്ച ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ട്രക്കിംഗ് ഹൈക്കിംഗ് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്ക് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. കാടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയം വരും എന്നുള്ളത് സത്യമാണ്. അവരും 4-5 മണിക്കൂർ കാട്ടിൽ പെട്ടുപോയിട്ടുള്ളതാണ്. നമുക്ക് ഭയം വരും. ഭയം എന്ന് പറയുന്ന സാധനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല. നമ്മൾ കുട്ടിക്കാലം മുതലേ പേടിച്ച് വളർന്നിട്ടുള്ള കുറേ ഭയങ്ങൾ നമ്മൾ എത്ര ധൈര്യം പുറത്ത് കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. ആ ഭയം നമ്മളെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും. വന്യമൃഗങ്ങൾ വരുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. ആനയെ പേടിക്കും, പുലിയെ പേടിക്കും. നമ്മൾ വെറുതെ എല്ലാവരുടെയും കൂടെ കാടിന്റെ ഉള്ളിൽ കയറുമ്പോൾ പോലും നമ്മൾ പേടിക്കും. കാട് നമുക്ക് ഒരു പേടി തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് യാതൊരു പേടിയില്ല. ഞാൻ പറയുമ്പോൾ ഈ കുട്ടീനെ ഒരു 3-4 ദിവസം ഇതേപോലെ 1/2 ലിറ്റർ വെള്ളവും ഒരു കുപ്പിയും കൊടുത്തിട്ട് ഒരു GPS-ഉം ഒരു ക്യാമറ, GPS ഉള്ള ഒരു ക്യാമറയും കൊടുത്തിട്ട് കാടിനുള്ളിൽ കയറ്റി വിടണം. ഫുഡില്ലാതെ 4 ദിവസം ഈ കുട്ടി സർവൈവ് ചെയ്ത് കാണിക്കട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്? ഇനി വേണ്ട, ആ കുട്ടി കാട്ടിൽ വിടണമെന്നില്ല, ഒരു റൂമിൽ അടച്ചിടണം. 4 ദിവസം ഈ കുട്ടി ഫുഡില്ലാതെ സർവൈവ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട്, ഇത്രയും സന്തോഷമായിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണണം. അതിനുള്ള അവകാശം നമുക്കില്ലേ? നമ്മളെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ കുട്ടിയെ രക്ഷിച്ചത്.
ഇപ്പൊ നമുക്കറിയാം ബാബുവിന് കുറുമ്പാച്ചി മലയില്, പാലക്കാടിലെ കുറുമ്പാച്ചി മലയുടെ ഒരു മലമടക്കിന്റെ ഉള്ളില് ഭയങ്കര സാഹസ്യമായിട്ടിരുന്ന ബാബുവിനെ നമുക്കറിയാം. അന്ന് ഇവിടുത്തെ ഇന്ത്യൻ നേവി വന്നിട്ട്, ഇവിടുത്തെ സൈന്യം വന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വ്യക്തിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. അന്ന് എല്ലാവരും പറഞ്ഞു ഇത് അന്വേഷിക്കണം, എന്തിനാ അയാൾ അവിടെ പോയി എന്ന് അന്വേഷിക്കണം, മയക്കുമരുന്നിന്റെ പ്രശ്നമാണോ എന്ന് അന്വേഷിക്കണം, കഞ്ചാവ് കൃഷി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, തീവ്രവാദി ബന്ധം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഒന്നും ചെയ്തില്ല. ബാബുവിനെ വലിയൊരു ഐക്കണായിട്ട്, എന്തൊക്കെയോ സാഹസികതയുടെ ഐക്കണായിട്ട് ഉയർത്തി കാണും. ആ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞൊരു ഉമ്മ താഴെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ പിന്നീട് കഞ്ചാവ് അടിച്ച് റോട്ടിൽ കിടന്ന് ഈ ഉമ്മയായിട്ട് അടികൂടി ഉമ്മ കിടന്ന് കരയുന്ന വീഡിയോ പിന്നീട് നമ്മൾ കണ്ടു. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് 75 ലക്ഷം രൂപ ഇവിടുത്തെ ഗവൺമെന്റ് മുടക്കിയത്, നമ്മുടെ നികുതിപ്പണമാണ് മുടക്കിയത്. ഇവന്റെ പിന്നീടുള്ള പ്രവർത്തനം സഹിക്കാൻ വയ്യാതെ ഇവന്റെ ഉമ്മയും അനിയനും ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ, സമൂഹത്തിനും വീടിനും കൊള്ളാത്ത, അല്ലെങ്കിൽ സമൂഹത്തിനും വീടിനും ഉപദ്രവകാരിയായ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 75 ലക്ഷം രൂപ നമ്മളുടെ നികുതിപ്പണമാണ് ഇവിടുത്തെ സർക്കാർ ചെലവാക്കിയത്. അന്ന് ഇതിന് കൃത്യമായ നിയമ നടപടി എടുത്തിരുന്നെങ്കിൽ, ഇവന്റെ പേരിൽ ഒരു കേസ് എടുത്തെങ്കിൽ, ഇവനെ കൊണ്ടുപോയി ജയിലിലിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കാശ് അവന്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും മുതലാക്കിയിരുന്നെങ്കിൽ, ഈ രണ്ടാമതൊരാൾ ഇമാതിരി യാതൊരു സേഫ്റ്റി ഇല്ലാതെ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഈ പെൺകുട്ടിയുടെ പേരിൽ കേസ് എടുക്കണം, ഈ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, വേണ്ടേ? നമ്മൾ കൊടക് എന്ന് പറയുമ്പോൾ കേൾക്കുന്നത്, നമ്മൾ കൊടക് മലനിരകളെ കുറിച്ച് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്. അവിടെ സിമിയുടെ ക്യാമ്പ് നടന്നിരുന്നു, ആയുധ പരിശീലനം നടന്നിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. മാവോയിസ്റ്റ് ബന്ധമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തടിയന്റെ ഇവിടെ നസീറിനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ ബോർഡറുകളൊക്കെ. അപ്പൊ ഇത്തരം തീവ്രവാദി ബന്ധങ്ങളുള്ള, തീവ്രവാദി സംഘടനകളുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഇത്രയും സംശയാസ്പദമായ രീതിയിൽ ഒരു പെൺകുട്ടി മിസ്സായി തിരിച്ചു വന്നു വെച്ചാൽ നമ്മൾ അതിൽ സംശയിക്കണ്ടേ? ഈ കുട്ടി നല്ല കുട്ടിയായിരിക്കാം, ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഈ 4 ദിവസം ആ കുട്ടി അവിടെ എന്ത് ചെയ്തു? ഈ കുട്ടി 4 ദിവസം കഴിഞ്ഞ് കുറച്ച് ക്ഷീണിതയായിട്ട് കാണപ്പെട്ടിരുന്നു വെച്ചാൽ ഇത്ര പ്രശ്നമില്ല. ഈ കുട്ടി 4 ദിവസം കഴിഞ്ഞിട്ട് എന്തോ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. യാതൊരു ക്ഷീണവും ഇല്ല, 4 ദിവസം പട്ടിണി കിടന്ന ക്ഷീണമില്ല, യാതൊരു അപകടവും പറ്റിയില്ല, യാതൊരു വന്യജീവികളും ആക്രമിച്ചില്ല എന്നുള്ളത് നല്ല ഒന്നാന്തരം വന്യജീവിയുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പൊ അവിടെ ട്രക്ക് ചെയ്തിട്ടുള്ള വിജയകുമാർ ബ്ലാത്തൂർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ആ പോസ്റ്റ് പിന്നെ പിൻവലിച്ചു തോന്നുന്നു. അവിടെ വഴിതെറ്റി പോകാൻ യാതൊരു സാധ്യതയുള്ള സ്ഥലമല്ല, നല്ല ഒന്നാന്തരം മൊട്ടക്കുന്ന് പോലുള്ള മലനിരകളാണത്. നടന്നു പോകുന്ന വഴികൾ കാണാം. ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോണച്ചാൽ മനപ്പുറം അവിടെ നിന്ന് ഇറങ്ങി കാട്ടിക്ക് ഇറങ്ങിപ്പോണം. അങ്ങനത്തെ കൊടും കാടും വനമൊന്നും അല്ല അത്. വെറും 12 കിലോമീറ്റർ ഏത് ഭാഗത്തേക്ക് നടന്നാലും ആ കുട്ടിക്ക് പുറം ലോകത്ത് എത്തായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതിനൊന്നും ശ്രമിക്കാതെ കാലുവേദനയാണെന്ന് പറഞ്ഞിരിക്കാൻ, അതതിന്റെ സ്വന്തം വീടൊന്നുമല്ല വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം കാട്ടു പോകുന്ന ട്രക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാം അത് പശ്ചിമഘട്ട മലനിരകൾ, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ഏതെങ്കിലും ജനവാസ മേഖലയിൽ എത്തും എന്നറിയാം. വേണ്ട, അവിടെ അരുവി കണ്ടു എന്ന് പറയുന്നു. ആ അരുവി ഒഴുകി ഒഴുകി, ഏത് മലയെന്നും അരുവി ഒഴുകി ഒഴുകി നാട്ടിൽ ചെല്ലും. ആ അരുവിയുടെ കരപറ്റി നടക്കാൻ എങ്കിലും ശ്രമിക്കുകയായിരുന്നില്ലേ ആ കുട്ടി? അതൊന്നും ചെയ്തില്ല. അത് പെട്ട സ്ഥലത്ത് വിശ്രമിച്ചു അത്ര. നമ്മൾ ഇതിനെ സംശയത്തോടു കൂടിയല്ലേ നോക്കുള്ളൂ. എല്ലാ വ്യക്തികളും സംശയത്തോടു കൂടെ തന്നെ നോക്കുള്ളൂ. അല്ലാതെ പെണ്ണ് പോയി, പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ട്രക്ക് ചെയ്യുന്ന പല സ്ത്രീകളും എഴുതിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. പെണ്ണായതുകൊണ്ടല്ല പറയുന്നത്. ബാബു ആണെങ്കിലും പറയും, ഈ പറയുന്ന ശരണ്യാണെങ്കിലും നമ്മൾ പറയും. വേണ്ട, നമുക്ക് സൂര്യനെ കണ്ടറിയാലോ. സൂര്യൻ മേലേക്ക് നോക്കിയാൽ കൊടുങ്കാട്, സൂര്യപ്രകാശം അരിച്ചെത്താത്ത കൊടുങ്കാടൊന്നല്ലല്ലോ. മേലേക്ക് നോക്കിയാൽ സൂര്യനെ കാണില്ലേ? സൂര്യൻ പോകുന്ന ദിശ കണ്ടാല് ദിശ അറിയില്ലേ? എങ്ങോട്ടാ നടക്കണ്ടേന്ന് അറിയില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു വട്ടത്തിലുള്ള, കോയിൻ വട്ടത്തിലുള്ള ഒരു വടക്ക് നോക്കി എന്തെങ്കിലും കയ്യിൽ വെക്കൂലേ നമ്മൾ? ഇതൊന്നും ചെയ്യാതെ എന്ത് ട്രക്കിംഗ് ആണ് ഇവരൊക്കെ ചെയ്യുന്നത്? നന്നായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ സംശയത്തോടെ നോക്കണതിന് എന്ത് കുറ്റം പറയാനാണുള്ളത്? ഒരു കുറ്റവും ഇല്ല. നല്ല സംശയത്തോടു കൂടെ തന്നെ ഇതിനെ നോക്കണം. ഇവരുടെ ഫോൺ കൃത്യമായിട്ട് പരിശോധിക്കണം. ഈ കുട്ടി 4 ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നേ പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെടുന്ന് ഈ ചെലവായ തുക, ഈ ദൗത്യസേനയ്ക്ക് ചെലവായ തുക ഇവരെ കയ്യിൽ നിന്ന് ഈടാക്കണമായിരുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഈടാക്കണം. ഇനി ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് അടുത്ത പ്ലാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എനിക്കിനി വീണ്ടും ട്രക്കിങ്ങിന് പോകണം എന്നാണ് പറയുന്നത്. പൊക്കോട്ടെ, ഇവിടെ എഴുതി വാങ്ങണം. ഇനി ഇങ്ങനത്തെ അപകടത്തിൽ പറ്റിയാൽ ഇതിനു വേണ്ടി ചെലവാവുന്ന, ഈ കുട്ടിയെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, സർവൈവ് അല്ല, ഈ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെലവാവുന്ന കാശ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈടാക്കും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഈടാക്കും എഴുതി ഒപ്പിട്ടിട്ട് ഈ കുട്ടി ട്രക്കിങ്ങിന് പോവേ, മല കയറാൻ പോവേ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അല്ലാതെ ഇനി ഒറ്റ പൈസ ഇവിടുത്തെ ജനങ്ങളുടെ നീതി പണം എടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥ വരരുത്. എന്തിനാണ് ഒരാളുടെ, ഇത്തരം ഒരു വ്യക്തിയുടെ പാഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഒക്കെ ഇവിടുത്തെ ഓരോ വികസനത്തിനും വേണ്ട കാശെടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? ഇതിപ്പോ ഒരു ചെറിയ കാടിനുള്ളിൽ ഇവരൊക്കെ നടന്ന് റെസ്ക്യൂ ചെയ്തു, അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. വലിയ ചെലവ് വന്നിട്ടുള്ള ഇല്ലായിരിക്കാം. ഇപ്പൊ ബാബുവിനെ രക്ഷിച്ച പോലെ ഹെലികോപ്റ്റർ വരേണ്ട, നേവിക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ ബാബുവിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 75 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. എന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ അടുത്ത്. എന്നിട്ട് ആ വ്യക്തിക്ക് സ്വന്തം പെറ്റ അമ്മയ്ക്ക് പോലും ആ വ്യക്തിയെ കൊണ്ട് ഉപദ്രവേണ്ടായുള്ളൂ. ആ അമ്മ അത്രയും മനം നൊന്ത് ഇവന്റെ
ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കൂ. ഇവനെയാണോ രക്ഷപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ ആ മലയുടെ മുകളിൽ നിന്ന് ഇവനെ തള്ളിയിട്ട് കൊല്ലണ്ട അത്രയും ഒരു ദുഷ്ടനായ വ്യക്തിയാണ് ഇവൻ. എന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് നല്ല സംശയത്തോടു കൂടെ ഈ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഈ കുട്ടിയെ സൂപ്പർ ശരണിയൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു, ഈ കുട്ടി വലിയ ഫാനായിട്ട്. ഈ കുട്ടി ഇനി വൈറലാവാൻ വേണ്ടി ചെയ്തതാണോ എന്നും അന്വേഷിക്കണം. ഇപ്പൊ വൈറലാവലാണല്ലോ വലിയ സംഭവം. ഇപ്പൊ നമുക്കറിയാം മാഹിൻ ഭയങ്കര യാത്രികനാണ്, ഭയങ്കര യൂട്യൂബറാണ്, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പുകളൊക്കെ സാഹസിക യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളി വലിയൊരു മണ്ടത്തര ഈടെ ഒരു 4 മരം കൂട്ടിക്കെട്ടി ചങ്ങാടം ഉണ്ടാക്കി ആമസോണിലെ ഏതോ ഒരു നദിയിലൂടെ പോയി ആ ചെങ്ങാടം പൊട്ടി ഒലിച്ചുപോയി. എന്നിട്ട് 4-5 ദിവസം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ മാഹിൻ എവിടെ, മാഹിന് എന്ത് അപകടം പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മുഴുവൻ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ മാഹിൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര സാഹസികമായി രക്ഷപ്പെട്ടു എന്ന് വെറും കള്ളം പറഞ്ഞു. ആ ചെങ്ങാടം പൊട്ടി അപ്പൊ തന്നെ കരയിൽ കയറി. എന്നിട്ട് അവനൊരു പോസ്റ്റ് പോലും ഇടാതെ 4-5 ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാതെ ഒളിച്ചിരുന്നിട്ട് ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് വൈറലായി. ഇതേപോലെ അരുണിമ പോകുന്നുണ്ട്. അരുണിമേനെയൊക്കെ ഭയങ്കര സാഹസികമായിട്ട് എല്ലാവരും പൊക്കിക്കൊണ്ട് കിടക്കുന്നു. പറയുന്നില്ല, എന്തോ ആവട്ടെ, അവരുടെയൊക്കെ ഇഷ്ടങ്ങൾ, അവരുടെ കാശ് കൊണ്ട് അവർ പോകുന്നു, അവരിഷ്ടത്തിന് നടക്കുന്നു, നടന്നോട്ടെ. പക്ഷെ ഇതേപോലെ നമ്മുടെയൊക്കെ നീതിപ്പണം ചെലവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഒരു കേസ് എടുക്കുകയോ ഒന്ന് അന്വേഷിക്കുകയോ ചെയ്യേണ്ടതല്ലേ? പിന്നെ ഇത് പല രാഷ്ട്രീയക്കാരും ഇതിനെ രക്ഷപ്പെടുത്തിയ ക്രെഡിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടു. അപ്പൊ ഇലക്ഷന്റെ സമയത്ത് വന്നൊരു ഗിമിക്കാണോ ഇതെന്ന് പോലും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഈ കുട്ടിയുടെ ഫോൺ എന്താണെന്ന് അന്വേഷിക്കണം, ഈ കുട്ടിയുടെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് അന്വേഷിക്കണം, ഈ കുട്ടിക്ക് വല്ല തീവ്രവാദ ബന്ധം ഉണ്ടോന്ന് അന്വേഷിക്കണം, മാവോയിസ്റ്റ് ബന്ധം ഉണ്ടോന്ന് അന്വേഷിക്കണം. വൈറലാവാൻ വേണ്ടി ചെയ്താണെങ്കിൽ ആ കാശ് മുഴുവൻ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. ഇനി ഈ കുട്ടിക്ക് ട്രെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വനമേഖലയിലും കയറാനുള്ള അനുവാദം പോലും കൊടുക്കരുത് എന്നാ പറയാം. എന്തോ ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഈ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലത്തെ ഒക്കെ കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യും. ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ പലരും കമന്റ് ഇട്ടിട്ടുണ്ട്, എവിടെയാണ് ഈ തമിഴ് മലനിരകൾ എന്നൊക്കെ, ഞങ്ങൾക്ക് ട്രക്ക് ചെയ്യാനാണെന്നുള്ള ഭാവത്തിൽ. ഇനിയും പോട്ടെ, രക്ഷപ്പെടുത്താൻ പെടുത്ത നമ്മുടെ കഷ്ടപ്പെടുന്ന ആളുകളും ഫോറസ്റ്റുകാരും പാവങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതിന്റെ ഇടയിൽ അപകടം പറ്റി ആര് സമാധാനം പറയും? നമുക്കറിയാം ഇതുപോലത്തെ ഓരോ സാഹസിക പ്രവർത്തികൾ ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ പോകുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. ഇതിനെ സൂപ്പർ ശരണ്യാന്നൊന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇതൊരു ഉഡായിപ്പ് ശരണ്യാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും